ലഗ്നാധിപതി, ലഗ്ന നക്ഷത്രാധിപതി എന്നിവരുടെ ബലം നല്ലപോലെ ഉണ്ട്. ഈ ലഗ്നാധിപതിയും ലഗ്ന നക്ഷത്രാധിപതിയും കൂടെ ഒരുമിച്ച് പരസ്പരം ചേർന്ന്, അതായത് പരസ്പരം കുട്ടികളൊന്നുമില്ല, പരസ്പരം ശത്രുക്കളൊന്നും അല്ലെങ്കിൽ പരസ്പരം ഒന്ന് നിൽക്കും ഒക്കെ ആൾക്ക് 12 അല്ലെങ്കിൽ അല്ലെങ്കിൽ കഷാഷ്ടമോ അല്ലെങ്കിൽ 2 ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ പ്രശസ്തി ഉണ്ടാവും. ലഗ്നത്തിന് ബലം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നാച്ചുറൽ ലീഡർ ആയിരിക്കും. ലീഡർ ആവാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് എടുത്തിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കാൻ നോക്കിയിട്ട് അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഉള്ളിൽ ഉണ്ടാവാം, അല്ലെ? അപ്പൊ ഇവിടെ നാച്ചുറൽ ആയിട്ട് ഒന്നും പഠിക്കണ്ട, ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ സാധനങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷെ അവർക്ക് നാച്ചുറൽ ബോൺ ലീഡർ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാന കാര്യം. അതുപോലെ തന്നെ ലഗ്നാധിപതിയുടെയും ലഗ്നത്തിന്റെ സ്ഥിരം വീണിരിക്കുന്ന അല്ലെങ്കിൽ ലഗ്നാധിപതി പോയി നിൽക്കുന്ന നക്ഷത്രത്തിന്റെ അധിപതിയുടെയോ ലഗ്നാധിപതി പോയി അംശിച്ചിരിക്കുന്ന രാശി അധിപതികളെയോ ഒരു സ്വഭാവ സവിശേഷതകളായിരിക്കും വരാൻ. അല്ലെങ്കിൽ ഇതൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഒരു ജാതകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ക്ലാസുകളിൽ വീണ്ടും ആവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരാളുടെ ജാതകത്തിലെ ഘടന എന്ന് പറയുന്നത് 9 ഗ്രഹങ്ങളുടെ പെർമുറ്റേഷൻ കോമ്പിനേഷൻ അതിന്റെ നിശ്ചിതമായിട്ടുള്ള ഒരുപാട് കാൽക്കുലേഷൻസിന്റെ ആകത്തുകയാണ്. ഒരു വലിയ സബ്ജക്റ്റുകൾ പറയുന്നത് ലഗ്നാധിപതി, ലഗ്ന നക്ഷത്രാധിപതി, ലഗ്നം ആധിപതി പോയി നിൽക്കുന്ന നക്ഷത്രാധിപതി, ലഗ്ന നക്ഷത്രാധിപതി എന്ന് പറഞ്ഞാൽ ലഗ്നത്തിന് കൂടാൻ വേണ്ടി നക്ഷത്രത്തിനതി. അതുപോലെ തന്നെ ലഗ്നാധിപതി പോയി നിൽക്കുന്ന നക്ഷത്രാധിപതിയുടെ ഒരു സ്വഭാവം ഉണ്ടാവും. ലഗ്നാധിപതി പോയി നിൽക്കുന്ന നക്ഷത്രത്തിന്റെ അധിപൻ ഏതൊക്കെ ഭാവങ്ങളുടെ സ്വഭാവമുണ്ടോ, ആധിപത്യമുണ്ടോ, അതെല്ലാം ലഗ്നാധിപതിയോട് കൂടി ഫലങ്ങളെല്ലാം തരുന്നത് ദശയും ആണ്. അപ്പം ഈ ഗ്രഹങ്ങളുടെ പരസ്പര ചേർച്ചകളുടെ അല്ലെങ്കിൽ ഇവരുടെ പരസ്പര സ്വഭാവങ്ങൾക്കനുസരിച്ചിരിക്കും ധർമ്മവും അധർമ്മവും. ഇവരുടെ ടെമ്പറാമെന്റ് ആൻഡ് പേഴ്സണാലിറ്റി, ധർമ്മവും അധർമ്മവും ഒക്കെ ഈ പറഞ്ഞ ഗ്രഹങ്ങളെ ചെയ്തിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കേണ്ടതാണ്. കുറേയധികം ജാതകങ്ങൾ മുറ്റിക്കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ലഗ്നാധിപതി ലഗ്നത്തിൽ തന്നെ നിൽക്കുകയും അതിന് പാവബന്ധമൊക്കെ വരികയും ചെയ്തു കഴിഞ്ഞ് പൊതുവെ ഈഗോ സെൻട്രിക് ആയിരിക്കും, ഈഗോ ഉള്ളവരായിരിക്കും. അതേപോലെ തന്നെ NPD നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരായിരിക്കും. ഇവർക്ക് എങ്ങനെയാണ് സൗഹൃദത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കും. അത് നെഗറ്റീവായിട്ടാണ്. നല്ല ബലത്തോടുകൂടിയിട്ടാണ് ലഗ്നാധിപതി ലഗ്നത്തിൽ നിൽക്കുന്നത് എങ്കിലും അതിന് മറ്റ് പാവബന്ധമോ പാവബന്ധിക്കുകയോ പാവദൃഷ്ടിയോ അതായത് ലഗ്ന നക്ഷത്രാധിപതി ലഗ്നാധിപതി തമ്മിൽ പരസ്പര ദൃഷ്ടിയോ യുദ്ധമോ ഒന്നും ഇല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി വേറെ ആൾക്ക് ദോഷമായിട്ട് ഉണ്ടാക്കില്ല, അവരുടെ ഈഗോ വേറെ ആൾക്ക് ദോഷമായിട്ട് വരില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് പാവബന്ധം വന്നാൽ, ആ ലഗ്നത്തിന് പാവബന്ധം വന്നാൽ, ലഗ്നാധിപതി ലഗ്നത്തിൽ നിന്നാൽ ഇവരെക്കുറിച്ച് അതുപോലെ ഇവരെ കുറിച്ച് മോശമാണ് ചുറ്റുപാടുമുള്ളവരാണ്. ആ ചുറ്റുപാടുമുള്ളവരോട് അത്രയും ഫേസ് നല്ല രീതിയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ഉറപ്പാണ്. അതുകൊണ്ടാണ് NPD പലപ്പോഴും ഉള്ളവരുടെ കാര്യം പറയുന്നത് ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് രവിയും അതേപോലെ ഈഗോകളാണ്. അതേപോലെ തന്നെ ഈ ലഗ്നത്തിന്റെ കാര്യം രവിയാണ്. അപ്പൊ ലഗ്നാധിപതി രവിയുമായുള്ള ബന്ധവും ലഗ്നത്തിൽ ഓവർ ബലപ്പെട്ട് നിൽക്കുകയും പൗരത്വം അന്യൻ വിഭവത്തിന്റെ വളരായിരിക്കും. അതേപോലെ അടുത്തത് സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കും ഒക്കെ ഉള്ളതാണ്. പൊതുവെ ഇത്രയാണ് ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഗുണഫലങ്ങളും ചെറിയ ദോഷഫലങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് ലഗ്നാധിപൻ 2ാം ഭാവത്തിൽ നിന്നുള്ള ഫലത്തെ കുറിച്ച് നോക്കാം. ലഗ്നാധിപൻ 2ാം ഭാവത്തിൽ ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ പോയി നിൽക്കുന്നു ആ ഭാവത്തിൽ ലഗ്നാധിപന്റേതായിട്ടുള്ള ഒരു ബലം കൊടുക്കും. നല്ലത് തന്നെയാണ്. ഒരു 20-30% ഇൻപുട്ട് ഈ ലഗ്നാധിപതി ഏത് ഭാവത്തിൽ
രണ്ടാം ഭാവത്തിൽ നിന്ന് രണ്ടാം ഭാവം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? രണ്ടാം ഭാവം വാക്കിനെ സൂചിപ്പിക്കുന്നു, ധനത്തെ സൂചിപ്പിക്കുന്നു, ഭക്ഷണത്തെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്നു, നമ്മുടെ സ്വന്തമായിട്ട് നടക്കുന്ന കുടുംബത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാം ഭാവത്തിലേക്ക് ലഗ്നാധിപൻ ഗമിക്കുമ്പോൾ ധാരാളം സ്ഥാനം ഉണ്ടാക്കാൻ കഴിവുള്ളവരായിരിക്കും. വളരെ കോൺഫിഡൻസ് ആയിരിക്കും ഇവര്. അതേപോലെ ഹാപ്പിയായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കംഫോർട്ട് ലെവൽ, അതായത് അവരവരുടെ കംഫോർട്ട് ലെവൽ എല്ലാവരെയും ഹാപ്പിയാക്കി ഇരുത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. വാക്കും പ്രവൃത്തിയും ചെയ്യും. ധാരാളം സമ്പാദിക്കും. പ്രത്യേകിച്ച് ജീവിക്കാൻ വേണ്ട അവർ ജനിച്ച സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് സർവൈവ് ചെയ്യാനുള്ളത് കുറച്ചുകൂടിയും അവർ സമ്പാദിക്കും. ധാരാളം സമ്പാദിക്കുകയും ചെയ്യും. അത് ധനമായിക്കോട്ടെ, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം നിലനിർത്തുന്ന വിദ്യയും അതുപോലെ സമ്പത്തും ഒക്കെ അത്യാവശ്യം അവരവരുടേതായ രീതിയിൽ ഇവർ സമ്പാദിക്കും. അവരുടേതായ രീതിയിൽ ഇവർ നേടിയെടുക്കുകയും ചെയ്യും. അവരവരുടെ റിലേഷൻഷിപ്പിലും ഫാമിലിയിലും ഒക്കെ അത്യാവശ്യം സ്വന്തമായിട്ടുണ്ടാകുന്ന കുടുംബത്തിനും ധനത്തിനും അതുപോലെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല വാല്യൂ കൊടുക്കും. ധനം കൊണ്ടുള്ള വിദ്യാഭ്യാസത്തിലുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്യും. കാരണം ലഗ്നാധിപനല്ലേ, അപ്പൊ ആ ഒരു നമ്മുടെ ശ്രദ്ധ കൂടുതൽ ആ ഭാവത്തിന് വരും. രണ്ടാം ഭാവത്തിലേക്ക് ആ ശ്രദ്ധ കൂടുതൽ വരുന്നുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ രണ്ടാം ഭാവത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ലഗ്നാധിപൻ അതോടൊപ്പം നിശ്ചയം രണ്ടാം ഭാവാദികൾ ബലപ്പെടുകയും അതേപോലെ തന്നെ വ്യാഴമായി വീഴുകയും ഒക്കെ ചെയ്താൽ ഈ പറഞ്ഞ പ്ലാനറ്റ് വരും. ഏതെങ്കിലും തരത്തിൽ ലഗ്നാധിപൻ രണ്ടു നിശ്ചയം അതുപോലെ ദോഷഫലങ്ങൾ വരികയും ചെയ്യാൻ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസത്തിൽ പക്ഷെ ആഗ്രഹിച്ച വിദ്യാഭ്യാസം ആയിരിക്കില്ല. എന്തെല്ലാം ലോകം ദോഷങ്ങൾ അല്ലെങ്കിൽ ലോകമായിട്ട് ബന്ധപ്പെട്ട ചിന്താഗതികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്പെയിന് പലപ്പോഴും നമുക്ക് ഗുണമായിട്ട് വരാതി എന്നത്. അതുപോലെ തന്നെ ആലോചനയ്ക്ക് ഉപയോഗിച്ച്, അതായത് കുറുക്കി കൂടുന്നതിലൂടെ സംസാരിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ സംസാരിക്കാനൊക്കെ കഴിയും. ഇത് ശുദ്ധ ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞിട്ട് ചൊവ്വ നക്ഷത്രത്തിലാണ് ലഗ്നാധിപതി കണ്ടുപിടിക്കുന്നത്. രണ്ടാം ഭാവാദിനും ചൊവ്വയുമായിട്ട് യോഗം ചെയ്യപ്പെട്ട് വന്നെന്നുണ്ടെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇത് നിരൂപിക്കാനുള്ള കാര്യം പറഞ്ഞത് പാവഗ്രഹമായിട്ടാണ് രണ്ടാം ലഗ്നാധിപതി രണ്ട് പാവഗ്രഹത്തോടുകൂടി പാവഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഓവർലി അറ്റാച്ച്മെന്റ് വളരെ സെൽഫിഷായിട്ടുള്ള ഒരുപാട് ശ്രദ്ധ വ്യക്തികളും ഫാമിലിയോടും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. മനസ്സിലാവും. ഇതൊക്കെയാണ് മെയിൻലി ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാണ് ഫലം. ഇനി ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലമാണ് തരുന്നത്? ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ നിന്നാണ് ധൈര്യം, വീര്യം, ബുദ്ധി, സഹോദരങ്ങൾ, ഇളയ സഹോദരങ്ങൾ, കലാസം, ഈ ഭാവം ലഗ്നാധിപൻ മൂന്നിൽ ബെനിഫിക്കായിട്ട്